ഒരു കിടിലൻ ചാപ്റ്റർ, നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ടാത്തൊരു ചാപ്റ്റർ, 3 ഡയമെൻഷണൽ ജോമെട്രി, ചാപ്റ്റർ നമ്പർ 11. നമുക്ക് എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സിൽ അവസാനത്തതാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഈസിയാണ്, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു തരും. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ഒരുപാട് പേര് ഇപ്പോൾ കമൻറ്റ് ബോക്സ് ചോദിക്കും. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇത് നിങ്ങൾ പഠിച്ചിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, റൈറ്റ് ദ ഓൾ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് സെഡ് ആക്സിസ്. നമ്മുടെ 3 ഡയമെൻഷണൽ സ്പേസ് വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ, 3 ഡയമെൻഷണൽ സ്പേസ് എക്സ് വൈ സെഡ് ആക്സിസുകളൊക്കെ വരയ്ക്കുന്നു. ഒരു റഫ് ഫിഗർ ആണ്. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്, ദിസ് ഈസ് സെഡ് ആക്സിസ്. സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ചെയ്താണ് പറഞ്ഞത്. അതായത് എൻ്റെ കയ്യിലൊരു ലൈൻ ഉണ്ട്, ഇതാണ് ആ ലൈന്. അത് സെഡ് ആക്സിസ് ആണല്ലോ, സെഡ് ആക്സിലൂടെ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെഡ് ആക്സിസ് തന്നെ. ഒരു ലൈന്, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലൈന് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ കൊസൈൻ എൽ ഈസ് ഈക്വൽ ടു കോസ് ആൽഫയ. രണ്ടാമത്തത് എം ഈസ് ഈക്വൽ ടു വൈ ആക്സിസുമായിട്ട് നിങ്ങളുടെ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു കോസ് ബീറ്റ. ആൻഡ് എൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈൻ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമയാണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു കോസ് ഗാമ. എൽ എം എൻ, ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഇക്വേഷൻ ആദ്യം പഠിച്ചു നോക്കുക. ആൽഫ ബീറ്റ ഗാമ ആർ ആംഗിൾസ് ബിറ്റ്വീൻ കോർഡിനേറ്റ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഡയറക്ഷൻ കൊസൈൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ, ഡയറക്ഷൻ കൊസൈൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ വളരെ ഈസിയാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസുമായിട്ട് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഇത് സെഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് അല്ലേ, സോറി സെഡ് ആക്സിസ് അല്ല കേട്ടോ, എക്സ് ആക്സിസുമായിട്ട് നിങ്ങളുടെ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ. എക്സ് ആക്സിസുമായിട്ട് നിങ്ങളുടെ ഈ സെഡ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര? 90. അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു കോസ് 90 ആണ് വരുന്നത്. കോസ് 90ൻ്റെ വാല്യൂ എത്ര? 0. ഇനി എം, നിങ്ങളുടെ ഈ സെഡ് ആക്സിസ് വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണല്ലോ ഈ ബീറ്റ എന്ന് പറയുന്നത്, ബീറ്റ. അപ്പോൾ ബീറ്റ എത്രയായിരിക്കും? ബീറ്റ 90, ശരിയല്ലേ? കാരണം ആ 2 ആക്സിസുകളും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ അതും 0, കോസ് 90 0. ഇനി എൻ എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസ്, ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? ഗാമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈൻ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ സെഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. അപ്പോൾ കോസ് 0 എത്രയായിരിക്കും? 1. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് സെഡ് ആക്സിസ്. ഇത് എക്സും വൈയും ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. എക്സ് ആകുമ്പോൾ 1 0 0 വരും, വൈ ആകുമ്പോൾ 0 1 0 വരും. സിമ്പിൾ. ഇനി അടുത്ത നോക്കിക്കും. റൈറ്റ് ദ വെക്റ്റർ ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദി പോയിന്റ് 2 1 3 ആൻഡ് എലോങ് ദ വെക്റ്റർ 3i - j - 2k. റൈറ്റ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ഗിവൺ ലൈൻ. രണ്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു ലൈൻ ഉണ്ട്, ഈ ലൈന് പാരലൽ ആയിട്ടുള്ള വേറൊരു ലൈൻ ഉണ്ട്. ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആ ലൈനിൽ ഒരു പോയിന്റ് തരും, 2 1 3 ആണ് ഇവിടെ പോയിന്റ് തന്നത്. ഇതിന് പാരലൽ ആയിട്ടുള്ള എലോങ് അതേ ഡയറക്ഷനിലുള്ള, അതായത് പാരലൽ വെക്റ്റർ, അതിന് നമ്മൾ ബി എന്നാണ് കൊടുക്കാറുള്ളത്. അത് 3i - j - 2k ആണ്. ഇതാണ് നമുക്ക് തന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ഇക്വേഷൻ ഓഫ് ദിസ് ലൈൻ, ഈ ലൈൻ്റെ ഇക്വേഷൻ ചോദിച്ചു. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതുന്നതിന് ഒരു വെക്റ്റർ എയുടെ ആവശ്യമുണ്ട്, എ വെക്റ്റർ. ഈ പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു വെക്റ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്റ്റർ, അതിനെയാണ് നമ്മൾ വെക്റ്റർ എ എന്ന് വിളിക്കുന്നത്. വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഇതാ നോക്ക്, സ്കേലാർ കമ്പോണൻസ് 2i 1 ഉം 3 ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണെന്നറിയോ? 2i + 1 × j, j + 3 × k, 3k. ഇതാണ് എ വെക്റ്റർ. ഒരു എ വെക്റ്ററും പാരലൽ ആയിട്ടുള്ള ബി വെക്റ്ററും ഉണ്ടെങ്കിൽ നമുക്ക് ആ ലൈൻ്റെ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതാം. വെക്റ്റർ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. r is equal to a plus lambda b. r is equal to a plus lambda b. r is equal to a എന്ന് പറഞ്ഞാൽ എന്താ നോക്ക് നിങ്ങൾ, 2i + j + 3k അല്ലേ. അപ്പോൾ 2i + j + 3k. ഓക്കെ, പ്ലസ് ലാംഡ ബി എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു വാട്ട് ഈസ് ബി ഹിയർ? ബി എന്ന് പറഞ്ഞാൽ 3i - j - 2k. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? നിങ്ങളുടെ വെക്റ്റർ ഇക്വേഷൻ കിട്ടി. എന്ത് സിമ്പിളാണ് നോക്ക്. ഇനി എങ്ങനെയാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ചെയ്താൽ? കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇതിനേക്കാളും രസമാണ്. കാർട്ടീഷ്യൻ ഇക്വേഷൻ നോക്കണേ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്. x - x1/a which is equal to y - y1/b which is equal to z - z1/c. ഇനി അടുത്ത കാര്യം നോക്ക്. നിങ്ങൾ ഈ എഴുതുന്ന എ വെക്റ്റർ ഇല്ലേ, ഈ എ വെക്റ്ററിനെ നിങ്ങൾ എങ്ങനെ ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യാമെന്നറിയോ? x1i + y1j + z1k. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാര്യം മനസ്സിലായി. x1 y1 z1 എന്താണെന്ന്. ഈ ബി വെക്റ്ററിന്, പാരലൽ വെക്റ്ററിന് നിങ്ങൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാമെന്നറിയോ? പാരലൽ വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ ai + bj + ck. ഇങ്ങനെയാണ് നിങ്ങൾ പാരലൽ വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ നോക്കിക്കോ,
x1 എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും 2, y1 1, z1 എന്ന് പറഞ്ഞാൽ 3 ആൻഡ് എയും ബിയും സി എന്താ 3 -1 -2. അപ്പോൾ നിങ്ങളുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഇങ്ങനെ വരിക x മൈനസ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 x - 2 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ 3 വിച്ച് ഈസ് ഈക്വൽ ടു y മൈനസ് y1 എന്ന് പറഞ്ഞാൽ എത്രയാടാ 1 അല്ലേ, അപ്പോൾ y - 1 ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ -1 വിച്ച് ഈസ് ഈക്വൽ ടു z1 ഇവിടെ എത്ര കിട്ടിയത് 3 ഡിവൈഡഡ് ബൈ സി എത്രയാ നോക്ക് -2. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഒരു പോയിന്റും അതിന് പാരലൽ ആയിട്ടുള്ള ലൈനും തന്നിട്ടുണ്ടെങ്കിൽ വെക്റ്റർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും എഴുതാൻ പറ്റണം. ഉറപ്പിച്ചോ പഠിച്ചോ 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. റെഡി? ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ലൈൻ ആർ ഗിവൺ. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് ഇറ്റ്സ് വെക്റ്റർ ഇക്വേഷൻ. വെക്റ്റർ ഇക്വേഷൻ എഴുതണമെങ്കിൽ എയും ബിയും വേണം. ഞാൻ ആദ്യം പറഞ്ഞു തരാം. വെക്റ്റർ എ അതേപോലെ തന്നെ വെക്റ്റർ ബി. വെക്റ്റർ ബി എഴുതാൻ നല്ല സുഖം. നമുക്ക് ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അത് സ്കേലാർ കമ്പോണന്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ഡയറക്ഷൻ റേഷ്യൂസ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ബി വെക്റ്റർ എഴുതിയത് 3 -1 -2. അപ്പോൾ വളരെ ഈസിയാണ്. 1 - 2 1 അത് സ്കേലാർ കമ്പോണൻസ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ബി വെക്റ്റർ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരിക 1 × i ക്യാപ്പ് -2 അല്ലേ, അപ്പോൾ -2 j ക്യാപ്പ് 1 × k k, അപ്പോൾ 1 × k k ക്യാപ്പ്. ഇതാണ് വെക്റ്റർ എ. ഇനി നോക്കണേ, ഇവിടുത്തെ എന്താ വരിക x - x1 നമ്മൾ ഇങ്ങനെ പഠിച്ചത് x - x1 y - y1 z - z1. പക്ഷെ ഇവിടെ +7 അല്ലേ, നിങ്ങൾ ഇവിടെ വരുന്ന സൈൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. x - x1 ആ ഒരു ജനറൽ ഫോമിലാണ് വരുന്നത്. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ 3, അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ 5, അപ്പോൾ z1 7 ആണോ? അല്ല, -7 എടുക്കേണ്ടത്. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് എടുക്കേണ്ടത്, ഇവിടെ മൈനസ് ആണ് പ്ലസ് എടുക്കേണ്ടത്. കാരണം x - x1 y - y1 എന്ന് എഴുതാം. സോ എ എന്ന് പറയുന്ന വെക്റ്റർ നോക്കിക്കേ 3i + 5j ഓക്കെ +7 ആയതുകൊണ്ട് -7k. ഇതാണ് എ എന്ന് പറഞ്ഞ വെക്റ്റർ. ഇനി വെക്റ്റർ ഇക്വേഷൻ അല്ലേ വേണ്ടത്? നോക്കിക്കേ, വാട്ട് ഈസ് ഇറ്റ്സ് വെക്റ്റർ ഇക്വേഷൻ. ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? വെക്റ്റർ ഇക്വേഷൻ r ഈസ് ഈക്വൽ ടു a + λb. ആ ലാംഡക്ക് പകരം ഒന്നും കൊടുക്കണ്ട, ആറിന് പകരം ഒന്നും കൊടുക്കണ്ട. അപ്പോൾ എ എന്ന് പറയുന്ന വെക്റ്റർ 3i ക്യാപ്പ് + 5j ക്യാപ്പ് -7k ക്യാപ്പ് പ്ലസ് ലാംഡ ഇൻറ്റു വാട്ട് ഈസ് വെക്റ്റർ ബി i - 2j + k i ക്യാപ്പ് -2j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. ഇതാണ് എന്ത് നിങ്ങളുടെ അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എയും ബിയും വെക്റ്റർ എങ്ങനെ എഴുതുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നാലും വെക്റ്റർ ഇക്വേഷൻ തന്നാലും. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കൺസിഡർ 2 ലൈൻസ് ഇൻ സ്പേസ് r ഈസ് ഈക്വൽ ടു ഒന്ന് റൈറ്റ് എ പോയിന്റ് 2 ഓക്കെ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. അതായത് 2 ലൈൻസ് ഇല്ല കേട്ടോ, ഒരു ലൈനേ ഉള്ളൂ. 2 ലൈൻസ് ഇല്ല, ഒരു ലൈനേ ഉള്ളൂ. കൺസിഡർ എ ലൈൻ ഇൻ സ്പേസ്. ആ ലൈൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. റൈറ്റ് എ പോയിന്റ് ഓൺ ദി എബവ് ലൈൻ. അതേപോലെ റെപ്രസെന്റ് ദ എബവ് ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം. അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. വെക്റ്റർ ഇക്വേഷൻ കാർട്ടീഷ്യൻ ഇത്, കാർട്ടീഷ്യൻ വെക്റ്റർ ഇത്. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഇതാണ് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നിട്ടുള്ള ആ ലൈൻ. ഓക്കെ, ഇവിടെ എ വെക്റ്റർ എന്താ, വാട്ട് ഈസ് വെക്റ്റർ എ? ആദ്യം ഇതുന്നതല്ലേ a + λb. അപ്പോൾ i ക്യാപ്പ് + 2j ക്യാപ്പ് -3k ക്യാപ്പ്. ആൻഡ് വാട്ട് ഈസ് വെക്റ്റർ ബി? പാരലൽ വെക്റ്റർ. ഈ വെക്റ്റർ കേട്ടോ, ഇതാണ് വെക്റ്റർ ബി, പാരലൽ വെക്റ്റർ. വെക്റ്റർ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ i ക്യാപ്പ് -3j ക്യാപ്പ് + 2k ക്യാപ്പ്. ഓക്കെ, വെക്റ്റർ എ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു പൊസിഷൻ വെക്റ്റർ, ഇതിനാണ് നമ്മൾ വെക്റ്റർ എ എന്ന് വിളിക്കുന്നത്. വെക്റ്റർ വെക്റ്റർ എ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോർഡിനേറ്റ് പറഞ്ഞൂടെ? പറയാം. 1 2 -3 ഇത്രയേ ഉള്ളൂ. 1 2 -3. അപ്പോൾ നിങ്ങളോട് ആദ്യം ചോദിച്ചത് റൈറ്റ് എ പോയിന്റ് ഓൺ ദ എബവ് ലൈൻ എന്നാണ്. അപ്പോൾ പോയിന്റ് ഓൺ ദ ലൈൻ, ആ ലൈനിലുള്ള ഒരു പോയിന്റ് എന്തായിരിക്കും? പോയിന്റ് ഓൺ ദ ലൈൻ. എടാ, നിങ്ങളുടെ എ എന്ന് പറയുന്ന വെക്റ്റർ അത് ആരുടെ പൊസിഷൻ വെക്റ്ററാ? 1 2 -3 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്ററാ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്ത് കൊടുത്തോ? ആ 1 2 -3 എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് പരിപാടി. ഇനി റെപ്രസെന്റ് എബവ് ലൈൻ ഇൻ കാർട്ടീഷ്യൻ ഫോം. കാർട്ടീഷ്യൻ ഫോമിൽ എഴുതുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? കാർട്ടീഷ്യൻ ഫോം നമ്മൾ നേരത്തെ എഴുതിയില്ലേ, അതേപോലെ. അപ്പോൾ അതേപോലെ ഒന്ന് കാർട്ടീഷ്യൻ ഫോം പറഞ്ഞോ. x1 എന്താ 1 അല്ലേ, അപ്പോൾ x - 1 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ കോയിഫിഷ്യൻറ്റ് സ്കേലാർ കമ്പോണൻറ്റ് 1 വിച്ച് ഈസ് ഈക്വൽ ടു y മൈനസ് ഇവിടെ എന്താ 2 അല്ലേ, അപ്പോൾ y - 2 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ -3. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു z - z1. പക്ഷെ ഇവിടെ -3 ഉള്ളത്, അപ്പോൾ z -3 എഴുതുമ്പോൾ +3 ആവും. അപ്പോൾ z +3 ഡിവൈഡഡ് ബൈ ഇവിടെ നോക്ക് 2. അപ്പോൾ ഇതാണ് എന്ത് കാർട്ടീഷ്യൻ ഫോം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാർട്ടീഷ്യൻ ഫോം തന്നാൽ വെക്റ്റർ ഫോമിലേക്കും വെക്റ്റർ തന്നാൽ കാർട്ടീഷ്യൻ ഫോമിലേക്കും എഴുതാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ.
ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. രണ്ട് ലൈനിൻ്റെ വെക്റ്റർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിട്ടും തരാറുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ് ക്വസ്റ്റ്യൻ. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കാണണമെങ്കിൽ വെരി വെരി സിമ്പിൾ. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. കോസ് തീറ്റ ഈക്വൽ ടു B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2. ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണേ. ഇതൊന്നും പഠിക്കാൻ ഒരുപാട് കൺസെപ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇനി എങ്ങനെയാണ് B1 B2 എഴുതാന്നുള്ളതും അതും നിങ്ങൾക്കറിയാം. എടാ നോക്ക്, ഇതിൽ തന്നിട്ടുള്ള ആദ്യത്തെ വെക്റ്റർ എന്താ നോക്കണേ, രണ്ട് ലൈൻ ഉള്ളത് കൊണ്ട് ഇത് ഞാൻ A1 എന്നും ഈ വെക്റ്ററിന് ഞാൻ B1 എന്നും കൊടുക്കുന്നു. ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് B2 വെക്റ്ററും ആയിരിക്കും. ആൻഡ് ഇതെന്തായിരിക്കും? ഇത് A2 വെക്റ്ററും ആയിരിക്കും. ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. സിമ്പിൾ അല്ലേ? A പ്ലസ് ലാംഡ ബി എന്ന് എഴുതുക. രണ്ടെണ്ണുള്ളത് കൊണ്ട് A1 ലാംഡ B1 കൊടുത്തു. A2 മ്യൂ B2, അതായത് രണ്ട് കോൺസ്റ്റൻ്റാ. ദാറ്റ്സ് എനഫ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് B1 എന്ത് B2 എന്തെന്നുള്ളതാ. വേഗം പറയടാ. വാട്ട് ഈസ് വെക്റ്റർ B1? B1 എന്ന് പറഞ്ഞാൽ I ക്യാപ്പ് പ്ലസ് 2J ക്യാപ്പ് പ്ലസ് 2K ക്യാപ്പ്. ഇനി അതേപോലെ തന്നെ വെക്റ്റർ B2 ഉണ്ട്. വെക്റ്റർ B2 പറഞ്ഞേ 3I പ്ലസ് 2J പ്ലസ് 6K. ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാ, വെക്റ്ററിൽ പഠിച്ചിട്ടില്ലേ. B1 ഡോട്ട് B2 എന്താ? B1 ഡോട്ട് B2. ഇത് ഈസിയാണ്. ഡോട്ട് പ്രൊഡക്റ്റ് അതിൻ്റെ കൂടെ 1 3, അപ്പോൾ അതാ 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 6. ഓക്കെ, 3 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 2 ഇൻറ്റു 6 12. അപ്പോൾ 12 4 16 3 19 അല്ലേ. അപ്പം B1 ഡോട്ട് B2 എന്ന് പറഞ്ഞാൽ 19. അത് കിട്ടി. ഇനി രണ്ടാമത് നിങ്ങൾ ഫൈൻഡ് ചെയ്യേണ്ടത് നോക്കിക്കോ, മാഗ്നിറ്റ്യൂഡ് B1 മാഗ്നിറ്റ്യൂഡ് B2. മാഗ്നിറ്റ്യൂഡ് B1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കടാ, B1 എന്ന് പറഞ്ഞ വെക്റ്റർ അതിൻ്റെ സ്കേലാർ കമ്പോണൻസ് 1 2 2 അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. 4 4 8 8 1 9, അപ്പോൾ റൂട്ട് 9 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇനി അടുത്തത് അതേപോലെ മാഗ്നിറ്റ്യൂഡ് B2 നോക്കിക്കേ, സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കിക്കോ B2 എന്താ 3I 2J 6K. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഇതൊക്കെ നമ്മൾ വെക്റ്ററിൽ പഠിച്ചതാട്ടോ. 36 4 40 3 49, റൂട്ട് 49 കിട്ടും. ആൻസർ ഈസ് 7. അപ്പോൾ നമ്മുടെ ആംഗിൾ ഫൈൻഡ് ചെയ്യാനായല്ലോ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് B2. ഇതിനൊരു മാഗ്നിറ്റ്യൂഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അക്യൂട്ട് ആംഗിൾ മാത്രമേ ഫൈൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ മാഗ്നിറ്റ്യൂഡ് ഇട്ട് കൊടുക്കുന്നത്. നെഗറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. സോ നോക്ക്, മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഡോട്ട് B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയതാ. ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് B1 ഡോട്ട് B2? ദാറ്റ് ഈസ് 19 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 3, മാഗ്നിറ്റ്യൂഡ് B2 7. അപ്പം 19 ബൈ 27 എന്ന് വരും. 19 ഡിവൈഡഡ് ബൈ 27, സോറി 21 കേട്ടോ. 3 ഇൻറ്റു 7 21. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു, നമുക്ക് തീറ്റ അല്ലേ വേണ്ടത്, ഈ കോസ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കോസ് ഇൻവേഴ്സ് 19 ബൈ 21. കൂടുതൽ എഴുതണോ? വേണ്ട, ഇത്ര മതി. സിമ്പിളാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 3 മാർക്കൊക്കെ നേടാൻ പറ്റിയ ചോദ്യമാണ്. പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P ഇഫ് ദ ലൈൻസ്, രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, ആർ പെർപെൻഡിക്കുലർ. രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നിട്ട് എയ്തർ വെക്റ്റർ ഫോം ഓർ കാർട്ടീഷ്യൻ ഫോം, ആ രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുകയാണെങ്കിൽ, ഇഫ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ, നമ്മൾ സാധാരണ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ A ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ പറയാറ്. ഇവിടെ വെക്റ്റർ ഇക്വേഷനോ കാർട്ടീഷ്യൻ ഇക്വേഷനോ തന്നിട്ടാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക, B1 ഡോട്ട് B2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് B1 B2 പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വെക്റ്റർ B എന്ന് പറഞ്ഞാൽ പാരലൽ വെക്റ്റർ, ഡിനോമിനേറ്ററിലുള്ളത് എന്താണോ അത് വെച്ചിട്ടാണ് നമ്മൾ പാരലൽ വെക്റ്റർ എഴുതാറുള്ളത് B1. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ്റെ ഇത് വെച്ച് എഴുതുന്ന സമയത്ത് PI ക്യാപ്പ് മൈനസ് 5J ക്യാപ്പ് പ്ലസ് 1 അല്ലേ, അപ്പോൾ 1 ഇൻറ്റു K ക്യാപ്പ്. ഇതാണ് നിങ്ങളുടെ വെക്റ്റർ B1. ആൻഡ് വാട്ട് ഈസ് വെക്റ്റർ B2? വെക്റ്റർ B2 1 2 3, അപ്പോൾ അതാ I ക്യാപ്പ് പ്ലസ് 2J ക്യാപ്പ് പ്ലസ് 3K ക്യാപ്പ്. ഇങ്ങനെയാണ് ഇതാറുള്ളത്. B1 ഡോട്ട് B2 0 ആണ്. നമ്മളോട് ചോദിച്ചത് Pയുടെ വാല്യൂ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കടാ, B1 ഡോട്ട് B2 എന്ന് പറയുന്നത് 0 ആണെന്ന് ഉറപ്പാണ്. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് P ഇൻറ്റു 1 പ്ലസ് മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3. അപ്പോൾ B1 ഡോട്ട് B2 0 ആണെങ്കിൽ നോക്കിക്കോ, P മൈനസ് 5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ മൈനസ് 10, 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3, മൈനസ് 10 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 7. അപ്പോൾ നിങ്ങളുടെ P മൈനസ് 7 ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് Pയുടെ വാല്യൂ എന്താ? മൈനസ് 7 ഇങ്ങോട്ട് പോകുന്ന സമയത്ത് പ്ലസ് 7 ആവും. ആൻഡ് P ഈസ് ഈക്വൽ ടു 7. നല്ല ചോദ്യം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി ചോദ്യങ്ങളും ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത നോക്കി, കൺസിഡർ ദ ലൈൻസ് x മൈനസ് 3/2, y മൈനസ് 1/5, z പ്ലസ് 3/5 ആൻഡ് വേറൊരു ലൈനും. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്.
നമുക്ക് ആംഗിൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആകെ വേണ്ടത് B1 ഉം B2 ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തതാ. നോക്ക്, B1 ഉം B2 മാത്രം മതി ആംഗിൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ. A1 ഉം A2 ആവശ്യമില്ല. ആംഗിൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ B1 B2 മാത്രം മതി. അപ്പോൾ ആംഗിൾ ആണ് ചോദ്യം. ഈ രണ്ട് വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് B1 ഉം B2 ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ പറ, വാട്ട് ഈസ് B1 ഹിയർ? B1 എന്ന് പറഞ്ഞാൽ എന്താ? ദാ ഇതാണല്ലേ, ഇത് വെച്ചിട്ട്, അതായത് ഡിനോമിനേറ്ററിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ B1 V2 എഴുതുക. നോക്ക്, 2i cap plus 5j cap plus 4k cap. ആദ്യത്തെ ലൈൻ്റെ എഴുതി. ദെൻ വാട്ട് ഈസ് വെക്റ്റർ B2? 1 2 2 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് i cap plus 2j cap plus 2k cap. ഇങ്ങനെയാണ് കേട്ടോ B1 ഉം B2 എഴുതേണ്ടത്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു, പഠിച്ചു. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ എഴുതുകയാണ്. വാട്ട് ഈസ് B1 ഡോട്ട് B2? B1 ഡോട്ട് B2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 2 into 1 പ്ലസ് 5 into 2 പ്ലസ് 4 into 2. ഇങ്ങനെയല്ലേ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ? ശരിയല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ 2 പ്ലസ് 5 into 2 10 പ്ലസ് 4 into 2 8. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 2 8 10 10 20 20 വരും. 20 ആണ് B1 ഡോട്ട് B2. ഇനി മാഗ്നിറ്റ്യൂഡ് B1 ഉം മാഗ്നിറ്റ്യൂഡ് B2 വേണ്ടേ? നോക്കിക്കോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2 5 4 അല്ലേ. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ആൻസർ എത്രയായിരിക്കും വരുന്നത്? 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4 അല്ലേ. അപ്പോൾ 25 പ്ലസ് 4 29, 29 പ്ലസ് 16 45 വരും അല്ലേ. അപ്പോൾ 45 റൂട്ട് 45. ഇതാണ് നമ്മൾ ആദ്യത്തത്. ഇനി വാട്ട് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B2? B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് 1 ഉം 2 ഉം 2 അല്ലേ ഉള്ളത്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4 പ്ലസ് 4 8 പ്ലസ് 1 9 റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, രണ്ടും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ B1 ആൻഡ് B2, അതാണല്ലോ ക്വസ്റ്റ്യൻ. ആംഗിൾ ബിറ്റ്വീൻ B1 ആൻഡ് B2 അല്ല കേട്ടോ, ആംഗിൾ ബിറ്റ്വീൻ ലൈൻസ്. ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ cos θ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് B2. പഠിക്കണേടാ, ഇക്വേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. പഠിച്ചിരിക്കണേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, cos θ ഈക്വൽ ടു വാട്ട് ഈസ് B1 ഡോട്ട് B2? നിങ്ങൾക്ക് കിട്ടിയത് എന്താ? 20 അല്ലേ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B1 എന്താ? റൂട്ട് 45. മാഗ്നിറ്റ്യൂഡ് B2 എന്താ? 3. അപ്പോൾ 3 ഇൻറ്റു റൂട്ട് 45. ഇത്ര എഴുതിയാൽ മതി. ഇതിന് മാഗ്നിറ്റ്യൂഡ് ഇട്ട് കൊടുത്താലും ഇല്ലെങ്കിലും കാര്യമില്ല, കാരണം പോസിറ്റീവ് എന്ന ആൻസർ. സോ θ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 20 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു റൂട്ട് 45. 3 ഇൻറ്റു റൂട്ട് 45. ഇതായിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്. റെഡിയാണോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി സിംപ്ലിഫൈ ചെയ്യുന്നു വേണ്ട, ഇത്ര വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളത്, ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഈ രണ്ട് ലൈൻസ് തന്നു. രണ്ട് ലൈൻസും സ്ക്യൂ ലൈൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പാരലലും അല്ല, ഇൻ്റർസെക്റ്റ് ചെയ്യയില്ല, അങ്ങനത്തെ ലൈൻസ്. ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിച്ചു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ ആദ്യം അത് എഴുതി തരാം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ D ഈസ് ഈക്വൽ ടു, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം, പഠിച്ചു വെക്കണം. A2 മൈനസ് A1, A2 മൈനസ് A1 ഡോട്ട്, നോക്കണേ, A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2, B1 ക്രോസ് B2. ഓക്കെ, all divided by magnitude of B1 cross B2, all divided by magnitude of B1 cross B2. എന്നിട്ട് മൊത്തത്തിൽ ഒരു മാഗ്നിറ്റ്യൂഡ് കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ്. അപ്പോൾ ഒരുപാട് പണികളുണ്ട് ഇവിടെ. ഈ ചോദ്യം ഷുവറാണ് 4 മാർക്കിന് നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ചോദിക്കാനുള്ള വേറെ ചോദ്യമല്ല, അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീനാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതാ ഈ സംഭവം ആദ്യത്തെ വെക്റ്ററില്ലേ, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ ഈ വെക്റ്ററിനെ നിങ്ങൾക്ക് A1 ആക്കിയിട്ട് എടുക്കാം. ആൻഡ് ഈ വെക്റ്റർ അങ്ങനെയാണെങ്കിൽ ലാംഡ B. അപ്പോൾ B അല്ല, രണ്ട് ലൈൻ ഉള്ളത് കൊണ്ട് ഒന്ന് B1 ഒന്ന് B2. ഈ വെക്റ്ററിനെ നിങ്ങൾക്ക് എന്താക്കിയിട്ട് എടുക്കാം? A2 ആക്കിയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ വെക്റ്റർ ഇതെന്തായിരിക്കും? നിങ്ങളുടെ B2. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കേ, വേഗം നോക്കിക്കോ, വേഗം ശ്രദ്ധിച്ചോ. സിമ്പിളാ, നോക്കിക്കോ, വളരെ ഈസിയാണ്. ആദ്യം ഞാൻ A1 ഉം B1 ഉം എഴുതുന്നു. അതിന് മുമ്പ് A2 മൈനസ് A1 ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എഴുതാം. A1 എന്ന് പറയുന്ന വെക്റ്റർ I പ്ലസ് 2j പ്ലസ് k, I ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് പ്ലസ് k ക്യാപ്പ്. ഇത് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ, ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ മൊത്തം ഉത്തരം തെറ്റും. അതാ A2 എന്ന് പറഞ്ഞാൽ 2i പ്ലസ് j മൈനസ് k, 2i പ്ലസ് j മൈനസ് k. ഓക്കെ, ആൻഡ് അടുത്തത് B1 എന്ന് പറഞ്ഞാൽ I മൈനസ് j പ്ലസ് k, B1 ഇസ് ഈക്വൽ ടു I മൈനസ് j പ്ലസ് k. ഇതെങ്കിലും എടുത്ത് എഴുതാൻ എല്ലാവർക്കും പറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും വെറുതെ ഈ B1 B2 ഒക്കെ എടുത്ത് എഴുതി കൊടുത്തടാ, മാർക്ക് കിട്ടും.
2i+j+2k എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് ഒന്നും കിട്ടില്ല കേട്ടോ. ഇനി നോക്കി ഇവിടെ വേണ്ട കാര്യങ്ങൾ ഞാൻ ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് a2 - a1 വേണ്ടേ, a2 - a1 നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്നത്, അതൊക്കെ നമ്മൾ വെക്ടറിൽ പഠിച്ചതാട്ടോ, അതുകൊണ്ടാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. a2 - a1 എന്ന് പറഞ്ഞാൽ a2ൽ നിന്ന് a1 കുറയ്ക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, 2ൽ നിന്ന് ആദ്യം i, ഇവിടെ ഐൻ്റെ കൂടെ ഉള്ളത് തമ്മിൽ മൈനസ് ചെയ്യുക, a2 - a1, അപ്പോൾ 2 - 1 1, അപ്പോൾ 1 × i ക്യാപ്പ്, 1 - 2 -1 വരിക, അപ്പോൾ -j ക്യാപ്പ്. ഓക്കെ, -1 -1 ഇവിടെ k ക്യാപ്പിന് മുമ്പിൽ 1 അല്ലേ, അപ്പോൾ -1 -1 അപ്പോൾ -2 k ക്യാപ്പ്, അത് കിട്ടി. ഇനി ഇതാ അടുത്തത് എന്താ വേണ്ടത്, a2 - a1 b1 × b2 ആണല്ലേ, അപ്പോൾ b1 × b2. രണ്ടാമത്തത് എങ്ങനെയായിരുന്നു ക്രോസ് പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യുക, ഡിറ്റർമിനൻ്റ് ഇടും, ijk ഇതും ഫസ്റ്റ് റോയിൽ ഓർമ്മ ഉണ്ടല്ലേ. രണ്ടാമത്തെ റോയിൽ നോക്കി b1ൻ്റെ സ്കേലാർ കമ്പോണൻസ് 1 - 1 1 1 - 1 1. അടുത്തത് b2ൻ്റെ സ്കേലാർ കമ്പോണൻറ്റ് 2 1 2 2 1 2. എന്നിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് പോലെ i ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ, -1 × 2 -2 -1 × 1 1 മൈനസ് j ക്യാപ്പ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 1 × 2 2 -1 × 2 2. ഓക്കെ, പ്ലസ് മൂന്നാമത്തതിന് പ്ലസ് അല്ലേ, പ്ലസ് k ക്യാപ്പ് ഇൻറ്റു, ഈ മൈനസ് ഒക്കെ എങ്ങനെ വന്നെന്ന് സംശയമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്ലസ് മൈനസ് പ്ലസ് ഡിറ്റർമിനൻ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, -2 - 1 -3 i ക്യാപ്പ്, 2 - 2 അതെന്തായാലും 0 ആയി പോകും, പ്ലസ് ഇവിടുത്തെ എഴുതിയില്ലല്ലേ, k ക്യാപ്പ്, അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള റോ ക്യാൻസൽ കോളം ക്യാൻസൽ 1 × 1 1 മൈനസ് -1 × 2 -2. ഓക്കെ, അപ്പോൾ നോക്ക് -3 i ക്യാപ്പ്, ഇതെന്തായാലും 0 ആയി പോകും, എഴുതണ്ട, 1 + 2 3, അപ്പോൾ +3 k ക്യാപ്പ് എന്ന് വരും. വേണമെങ്കിൽ അതും എഴുതി കൊടുത്തോട്ടോ, തെറ്റൊന്നുമില്ല, അത് എഴുതുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ 0 j ക്യാപ്പ് +3 k ക്യാപ്പ്. ഓക്കെ, അപ്പോൾ b1 × b2 കിട്ടി, a2 - a1 കിട്ടി. ഇത് വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അടുത്തതുകൂടിയും പറഞ്ഞുതരാം. a2 - a1 ഡോട്ട് b1 × b2, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കിക്കോ. a2 - a1 ഇതാ, b1 × b2 ഇതാ, ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക, അതിൻ്റെ കൂടെ 1, ഇവിടെ -3, അപ്പോൾ അതാ 1 × -3. ഓക്കെ, ഇവിടെ ജെൻ്റെ കൂടെ -1, ഇവിടെ 0, പ്ലസ് -1 × 0, അത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, -2 3, അപ്പോൾ അതാ -2 × 3. അപ്പോൾ നിങ്ങളുടെ ആൻസർ നോക്കും, ഇവിടെ വരുന്നത് 1 × -3 ഇവിടെ വരുന്നത് -2 × 3 6 -6 കേട്ടോ. അപ്പോൾ -3 ഇതാ, -3 പ്ലസ് -6 ആൻഡ് ആൻസർ ഈസ് -9 ആണ് a2 - a1 ഡോട്ട് b1 × b2 കിട്ടുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2 കൂടി വേണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2, b1 × b2ൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കടാ, -3i + 0j + 3k അല്ലേ, അപ്പോൾ അതാ -3² + 3², അതായത് 9 + 9 എന്നാണ് വരിക, 9 + 9 ശരിയല്ലേ. നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ, 9 × 2 എന്ന് എഴുതിക്കൂടെ, തെറ്റില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ എനിക്കിതിനെ മാറ്റിയിട്ട് 3√2 എന്ന് എഴുതുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. റെഡിയാണ്. സോ നിങ്ങളുടെ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ a2 - a1 ഡോട്ട് b1 × b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 × b2 ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഇട്ട് കൊടുക്കണം. അതെന്തിനാ മാഗ്നിറ്റ്യൂഡ്, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ, ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. a2 - a1 ഡോട്ട് b1 × b2ൻ്റെ ആൻസർ കിട്ടിയത് -9, അപ്പോൾ -9 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ അത് കിട്ടിയത് 3√2 അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, 9ഉം 3ഉം നമ്മളത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 കിട്ടൂലേ, അപ്പോൾ ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു, ഈ മൈനസ് പോട്ടെ, അപ്പോൾ നമുക്ക് 9/3√2 എന്ന് എഴുതാം. 9/3 എന്ന് പറഞ്ഞാൽ 3 അപ്പോൾ ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു 9/3 3 ആയതുകൊണ്ട് 3/√2 യൂണിറ്റ്സ്, ഇത്രയായിരിക്കും എന്ത് ഡിസ്റ്റൻസ് വരുന്നത്. സിമ്പിൾ. അപ്പോൾ ഈ ഒരു ചോദ്യം വലിയതാണെന്ന് വിചാരിക്കരുത്. വെക്ടറിലുള്ള നിങ്ങളുടെ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടിയും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു 3Dയിലുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റോപ്പ് ചെയ്യാം. ഇതും ഇതിൽ വരുന്ന അനദർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ. ഈ ലൈൻസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഈ രണ്ട് ലൈനും പാരലലാണ്. അതെങ്ങനെ പാരലലാണെന്ന് മനസ്സിലാവുമെന്ന് അറിയാം. നോക്കണേ, ഇവിടെ വരുന്ന വെക്റ്റർ b1, ബി എന്ന് പറയുന്ന വെക്റ്റർ ആയിട്ട് എടുത്തു വിചാരിച്ചു. ഇതേ വെക്റ്റർ തന്നെയല്ലേ ഇവിടെ ഉള്ളത്, നോക്ക്, രണ്ടും സെയിമാണ്. അപ്പോൾ ബി വെക്റ്റർ സെയിം ആണെങ്കിൽ, ഇനിയിപ്പോൾ ചിലപ്പോൾ സെയിം അല്ല, ഇതിനോട് 2i + 4j + 4k ആണ് വരുന്നതെങ്കിലും ഇത് രണ്ടും പാരലലാണ്. കാരണം അവിടെ നിന്ന് ഒരു 2 കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുന്ന സമയത്ത് 2 പുറത്ത് വന്ന 2λ കോൺസ്റ്റന്റ് ആവും. അപ്പോൾ i + 2j + 2k തന്നെയാണ് കിട്ടുക. അതായത് നമ്മൾ പാരലൽ വെക്റ്റേഴ്സിൻ്റെ കണ്ടീഷൻ പഠിച്ചത് ഓർമ്മ ഉണ്ടോ?
എ ഇസ് ഈക്വൽ ടു ലാംഡ ബി ആയാൽ മതി. അപ്പോൾ ഇത് രണ്ടും ഒരേ റേഷ്യോയിലാണ് ഈ വെക്ടേഴ്സ് വരുന്നതെങ്കിൽ അത് പാരലലാണ്. നിങ്ങൾക്ക് തരുന്ന ചോദ്യങ്ങളിൽ അധികം എന്തായിരിക്കും, രണ്ടും സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ സെയിം അല്ല തന്നത്, ഇവിടെ 2i + 4j + 4k ആണെന്നോ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും സെയിം ആണോ എന്നുള്ളത് വെറുതെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടർ എന്തായിരിക്കും, പാരലലാണ്. അപ്പോൾ ബി കിട്ടി, ബി സെയിമാ, രണ്ടും സെയിമാ. ഓക്കെ, അപ്പോൾ ഇതാരാടാ, ഇത് A1 ഷുവർ, ആൻഡ് ഇതാരാ, ഇത് A2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരലൽ വെക്ടേഴ്സ് ആണ് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ പാരലൽ ലൈൻസാ. ഈ രണ്ട് ലൈൻസും എന്താണ്, പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആണെങ്കിൽ ദാ ബി വെക്ടർ സെയിം ബി വെക്ടർ, ബി വെക്ടേഴ്സ് ആർ സെയിം, ബി വെക്ടേഴ്സ് ആർ സെയിം അല്ലെങ്കിൽ ഒരേ റേഷ്യോയിൽ കേട്ടോ, ഒരേ റേഷ്യോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റന്റ് പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു നേരത്തെ ഉള്ളതുപോലെ തന്നെ A2 - A1 ഡോട്ട് B1 ക്രോസ് B2 എന്ന് എഴുതിയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, A2 - A1 ക്രോസ് B. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B. ആൻഡ് ഇതിനൊരു മാഗ്നിറ്റ്യൂഡ് ഇട്ട് കൊടുക്കുക, കാരണം ഇതൊരു വെക്ടറാണ്. ആ വെക്ടറിന് മാഗ്നിറ്റ്യൂഡ് വേണ്ടേ, അപ്പോൾ ഒരു ഓൾ മാഗ്നിറ്റ്യൂഡ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, റെഡി. അപ്പം ഇതാണ് നിങ്ങളുടെ പാരലൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. നേരത്തെ എന്താ, A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2. ഇവിടെ A2 - A1 ക്രോസ് B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B കേട്ടോ. അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആയിട്ടുണ്ട്, ഇത് തന്നെ നല്ലോണം പഠിച്ചാൽ മതി. അപ്പോൾ നോക്കിക്കോ, A2 A1 ഒക്കെ വെറുതെ ഞാൻ എഴുതുന്നു. വാട്ട് ഈസ് A1 ഹിയർ, A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3i + 2j - k, 3i + 2j - k. ഓക്കെ, വാട്ട് ഈസ് വെക്ടർ A2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5i - 2k, 5i - 2k. ഓക്കെ, ഇനി A2 - A1 കൂടി വെറുതെ എഴുതിയേക്കാം. A2 - A1 എന്ന് പറയുന്നത് അതിൻ്റെത് 5, ഇവിടെ 3, 5 - 3 എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ 2i. ജെൻ്റെ കമ്പോണൻറ്റ് ഇവിടെ ഇല്ലല്ലോ, 0 -2 -2 അവർ, അപ്പോൾ -2j. ഇവിടെ -2, അവിടെ -1, -2 -1 -2 + 1, അപ്പോൾ എന്താ കിട്ടുക, -1, അപ്പോൾ -k. ഇതാണ് A2 - A1. ശ്രദ്ധിക്കണേടാ, വെറുതെ തെറ്റിക്കരുത്. അറിയാവുന്ന കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഓക്കെ, അത് എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും പറയുന്നൊരു സംഭവം, അറിയുന്നതായിരുന്നു പക്ഷെ തെറ്റിപ്പോയി. പോട്ടെ, ശ്രദ്ധിച്ചാൽ മതി. ഇനിതാ നോക്ക്, വാട്ട് ഈസ് വെക്ടർ ബി എന്ന് പറയുന്ന വെക്ടർ i + 2j + 2k. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അങ്ങ് ഫൈൻഡ് ചെയ്തേക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് കമ്പോണൻസ് 1ഉം 2ഉം 2, അപ്പോൾ 1² + 2² + 2², 4 4 8 1 9, റൂട്ട് 9 3. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ക്രോസ് വേണ്ടേ. ഇതാ നോക്ക്, A2 - A1 ക്രോസ് B. അപ്പോൾ നമ്മൾ A2 - A1 ക്രോസ് B ഫൈൻഡ് ചെയ്യുന്നു. ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് ആണോ ഡിറ്റർമിനൻറ്റ്. A2 - A1ൻ്റെ കമ്പോണൻറ്റ് 2 - 2 - 1, 2 - 2 - 1, ആൻഡ് ബിയുടെ സ്കെയിലാർ കമ്പോണൻസ് 1 to 2 1 to 2. നമ്മൾ ചെയ്യുന്ന സമയത്ത് i ക്യാപ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ. ഇനി നോക്ക്, ഡിറ്റർമിനൻറ്റ് ഈ 4 എണ്ണത്തിൻ്റെതും 2 × -2 -4 മൈനസ് 2 × -1 -2 മൈനസ് j ക്യാപ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 2 × 2 4 മൈനസ് 1 × -1 -1. മൂന്നാമത്തതിന് പ്ലസ് അല്ലേ, അപ്പോൾ പ്ലസ് k ക്യാപ് ഇൻറ്റു റോ ക്യാൻസൽ കോളം ക്യാൻസൽ 2 × 2 4 മൈനസ് 1 × -2 -2. റെഡി. അപ്പോൾ അടുത്ത് നോക്ക്, -4 + 2 -2, അപ്പോൾ -2 i ക്യാപ് എന്ന് വരും. 4 + 1 5, മൈനസ് ഉള്ളത് കൊണ്ട് -5 j ക്യാപ് എന്ന് വരും. 4 + 2 6 +6 k ക്യാപ് എന്ന് വരും. ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വേണ്ടേ. അപ്പോൾ നോക്ക്, മാഗ്നിറ്റ്യൂഡ് ഓഫ് A2 - A1 ക്രോസ് B, ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കേട്ടോ. അപ്പോൾ ദാ സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കണേ, കമ്പോണൻസ് -2 -5 6 ആണ്. അപ്പോൾ -2² പ്ലസ് -5² പ്ലസ് 6². അപ്പോൾ ആൻസർ എത്ര നോക്കാം. 6ൻ്റെ സ്ക്വയർ 36, -2ൻ്റെത് 4, 36 + 4 40, -5ൻ്റെത് 25, അപ്പോൾ 40 + 25 65. സോ ആൻസർ വിൽ ബി √65. √65 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ എഴുതിക്കൂടെ. എഴുതാം. നോക്ക്, ഡിസ്റ്റൻസ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് A2 - A1 ക്രോസ് B ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B. ഓക്കെ, അപ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ്, ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഫൈൻഡ് ചെയ്യാനുള്ളതായിട്ട് കണ്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് മൊത്തത്തിൽ ഇട്ടു എന്നേ ഉള്ളൂ. സോ A2 - A1 ക്രോസ് B എന്ന് പറഞ്ഞാൽ √65 ആണ്. √65 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് B എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ √65/3, ഇത്രയും
സ്ക്വയർ യൂണിറ്റ് അല്ല, യൂണിറ്റ്. ഏരിയ ഒന്നല്ലല്ലോ, ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ യൂണിറ്റ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വരാകുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അല്ല, നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കാണാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാത്രിയത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. രാത്രിയല്ല, 3 മണിക്ക് കേട്ടോ. അപ്പോൾ ലൈവിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ആൻഡ്